മോളെ മോളെ ആ ആ ഇങ്ങളോ എന്തൊന്ന് വിളിച്ചു വരും ചെയ്യാതെ പോന്ന്? ഒന്നല്ലക്ക് നിങ്ങളൊക്കെ ഒന്ന് കാണാൻ തോന്നിയപ്പോഴേ ഇങ്ങോട്ട് പോന്നതാ. കുറച്ച് ദിവസമായി തോന്നൽ തുടങ്ങിയിട്ട് കാണണമെന്ന്. അപ്പൊ പിന്നെ ഇന്നാപ്പൊ സമയം കിട്ടിയത്. നിങ്ങൾ ഇരിക്കി, ഞാൻ കുടിക്കാൻ എന്തേലും കൊടുക്കാം. ആ ഇപ്പൊ വെള്ളമൊന്നും കലക്കി കൊടുക്കണ്ട, പച്ചവെള്ളം കുടിച്ചോളൂ. അപ്പൊ പച്ചവെള്ളം കുടിച്ചാല് ഒന്ന് ഇതിനെ കലക്കി കൊടുത്താല് ചീലാവും. ഇത് കുടിച്ചോളൂ. ഇതമ്മ ഇത് കുടിച്ചോളി. ആ ഇവിടെ വെച്ചാളാ. വെള്ളം കലക്കാനൊന്നുമില്ല, ഒരു സാധനം ഇല്ല. നിങ്ങളാണെങ്കിൽ വിളിച്ച് പറയൊന്നും ചെയ്തില്ല. വിളിച്ചറിയുന്നെങ്കിൽ ഞാൻ കടയിൽ നിന്ന് ആരെക്കൊണ്ടെങ്കിലും സാധനം കൊണ്ടിച്ചിരുന്നു. ഇപ്പൊ ഒരു സാധനം ഇല്ല, അതെ ഞങ്ങക്ക് പച്ചവെള്ളം കൊടുന്നു. അത് സാരില്ല മോളെ, ദാഹം മാറാനിപ്പോ പച്ചവെള്ളം ആയാലും മതിയല്ലോ. അല്ല നിങ്ങള് എന്ത് വണ്ടിയിലാ വന്നത്? വണ്ടിയുടെ സൗണ്ട് ഒന്നും കേട്ടില്ല. ഞാനേ നടന്നിട്ടാ പോന്നത്. നടന്നു പോരേ? ഇത്രയും ദൂരോ? നിങ്ങൾക്ക് ബസ്സിലേലും പോന്നൂടായിരുന്നില്ലേ? ബസ്സിനൊന്നും പോരാനുള്ള പൈസ ഉമ്മാടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നടന്ന്. നിങ്ങൾ ഇരിക്കിട്ടായിക്കേ, അടുക്കളയിൽ കുറെ പണികളുണ്ട്, ഒന്നും കഴിഞ്ഞിട്ടില്ല. ആയിക്കോട്ടെന്ന് വെച്ച് പണിയോളം എന്താ വെച്ചെടുത്തോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. പിന്നെ ഞാൻ ചെല്ലട്ടെ. സാരില്ല, ഒന്നുമില്ലായിട്ട് കാരണം ചെലപ്പോ ഞാൻ വേണ്ടത് കണ്ടാവേ എന്നും ഇപ്പൊ ഉണ്ടാവൂലല്ലോ. പോകുമ്പോ ഇങ്ങനെ ഞാൻ വണ്ടിക്ക് ഇങ്ങനെ പൈസ കൊടുക്കും, വണ്ടിയിൽ പറഞ്ഞേക്കണമെന്ന് വിചാരിക്കണുണ്ട്. ആണെന്നുണ്ടെങ്കിൽ ഉച്ച വരുമ്പോ ബസ്സിന് ആയിക്കോട്ടെ, അതിനുള്ള പൈസ അങ്ങനെ കൊടുക്കാൻ. ഞാനിപ്പോ കൊറച്ചേരായി വന്നിട്ട്. ഇക്ക് കാണണമെന്നുണ്ടെങ്കി ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന ആണല്ലോ. നിങ്ങളാരും അങ്ങോട്ടൊന്നും വരുമൊന്നും ഇല്ലല്ലോ. സമയം കിട്ടണ്ടേ വരാന്? സമയം കിട്ടണ്ട, ശരിയാണ്. സ്വന്തം തണ്ടനെയും തന്തനൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സമയം കിട്ടണം. സാരില്ല, എന്തായാലും ഇപ്പൊ ഞാൻ വരുന്നുണ്ടല്ലോ എപ്പോഴേലൊക്കെ. എന്റെ കുട്ടികളെ കാണാതിരിക്കാൻ പറ്റൂലല്ലോ. നിങ്ങളെന്തേലും കുടിച്ചാ? അതാ ഓള് വെള്ളം കൊടുന്നിക്കണ്. പച്ചവെള്ളം കൊടുന്ന് നിക്കണ് നിങ്ങക്ക്? അതിനിപ്പ എന്താ, വെള്ളം കുടിച്ച് ദാഹം മാറിയാ പോരെ, എന്നെ വെള്ളമൊന്നും ഇല്ലല്ലോ. എന്തേ ജിമ്മക്ക് പച്ചവെള്ളം കൊടുത്തിക്കണത്? ഞാൻ കൊടുന്ന പൊടി എന്താ ടീച്ചി? വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, പൊടിയൊക്കെ കഴിഞ്ഞിക്കണു. കഴിഞ്ഞ ആഴ്ചയില് ഞാനത് കൊടുന്നത്. അത് കഴിഞ്ഞു. എന്റെ അമ്മയും എല്ലാരും വന്നപ്പോ കലക്കി കൊടുത്തിട്ട് കഴിഞ്ഞു. നോണ അറിയണ്ട. ഇക്ക് നോണ അറിയേണ്ട ആവശ്യം എന്തിനാ? അവിടെ ഉള്ളതല്ലേ ഞാൻ കൊടുക്കുക. നിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും തിരക്കൂടണ്ട, സാരില്ല. എനിക്കത് മതിന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനിയിപ്പോ അവൻ പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും കൂടി വർത്താനം പറയണ്ട. എന്നിട്ട് എന്റെ അമ്മയുടെ കുട്ടിക്ക് പണിയൊന്നും ഉണ്ടാവില്ലേ? ഓള് പറഞ്ഞു പണിയൊക്കെ കുറവാണ്, കൊറേ ദിവസമായി പണി ഉണ്ടായിട്ട്. കൊറേ ദിവസം ഒന്നും ആയിട്ടില്ല, ഇന്ന് ഞായറാഴ്ച അല്ലേ, ഇന്നൊരു ദിവസം മാത്രം ലീവ്. ഉണ്ടാവലൊക്കെ ഉണ്ട്. ഉണ്ടാവട്ടെ, എന്റെ കുട്ടികൾക്ക് ഉണ്ടാവുന്നല്ലേ വേണ്ടത്. എന്തായാലും വന്നീല, ഇനി 2 ദിവസം നിന്നിട്ട് പോവാ. അല്ലടാ, ഞാനേ വൈകുന്നേരത്തന്നെ പോകുമ്പോ അവിടെ ഇപ്പൊ ഒറ്റക്കല്ലേ ഉള്ളൂ. എന്താ വരാഞ്ഞ്? ഇപ്പാക്കും കൂടി വന്നൂടെ? ഇപ്പാക്ക് പണിയുണ്ട്, ഇപ്പാക്ക് ഇപ്പൊ 2 ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പൊ ഇന്നാണ് പോവും ചെയ്തിക്കണ്. അപ്പൊ എന്നോട് അറിഞ്ഞിപ്പജ് പോയി കണ്ടിട്ട് പോരെ, എന്നിട്ട് വിവരം പറയുന്നുണ്ട് പറഞ്ഞതാ. അതാ, ഇനിയിപ്പോ ഒറ്റക്കല്ലേ ഉള്ളൂ, ഇനിയിപ്പോ എന്തായാലും ഞാൻ വൈകുന്നേരം പോവും. എന്തായാലും രാത്രി ചോർന്നിട്ട് പോവാ. ഇജെന്താ ഇവിടെ നിക്കണ്? ഞങ്ങൾക്ക് ഉമ്മാനോട് എന്തേലും വർത്താനം പറഞ്ഞിരുന്നൂടെ?
എന്താ ഇപ്പൊ ഇത്ര തോനെ വർത്താനം പറയാനുള്ളത്? ഞാൻ വർത്താനൊക്കെ പറഞ്ഞതാ. ചിലപ്പോ ഇവിടുത്തെ പണികളൊക്കെ നിങ്ങൾ വന്നെടുക്കുവോ? വർത്താനം പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുക്കണ്ടേ? എന്നോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല, മനസ്സന്മാർ തലേക്ക് കേറും. ഒരു ഉമ്മാന്റെ മകൻ വന്നിട്ടു. ഈ തള്ള എന്തിനാണ് ഇങ്ങോട്ട് ഇങ്ങനെ കെട്ടിയെടുക്കുന്നത് തള്ളനെ? ഇടക്ക് വരും, മകനെ കാണാനാണ് മരോളെ കാണാനാണ്. നമുക്ക് തള്ളന്റെ പെരയിൽ ഇരുന്നാ പോലെ. തള്ളയുടെ ശല്യം സഹിക്കാൻ വെച്ചാൽ എവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത്. ഇപ്പൊ ഇവിടെ വന്നപ്പോ പിന്നെ ഇന്ന് രാത്രികൾക്ക് ബിരിയാണി ഒക്കെ കൊണ്ടുട്ടോ. എന്തായാലും ഉമ്മ എന്നല്ലേ. ബിരിയാണി ഒക്കെ എന്നെ കൊണ്ടൊന്നും വെച്ച ബിരിയാണി ഒക്കെ നിങ്ങളെ ഉമ്മാക്ക് ബിരിയാണി മാത്രമേ ഇറങ്ങുള്ളൂ. ഞാൻ രാവിലെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. എന്നെ കൊണ്ട് വെച്ച ഇനി ഒന്നും ഉണ്ടാക്കാനൊന്നും. എന്നാ ഉണ്ടാക്കണ്ട, ഞാൻ കൊണ്ട. ഇവിടെ പുറത്തുനിന്നൊന്നും കൊണ്ടാൻ പറ്റൂല. ആകെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങള് കിട്ടുള്ളൂ. അന്ന് എല്ലാരും കൂടി പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കലല്ലേ, അതേപോലെ ചെയ്താ മതി. ഇനി ഇവിടെ കൊണ്ടൊന്നും വേണ്ട, ഭക്ഷണം കഴിക്കാൻ പോവാ. എന്നാ ഞാൻ അമ്മാനോടും കൂടി മാറ്റി നിക്കാൻ പറയട്ടെ, അമ്മയും പോന്നോട്ടെ. എന്തിനാ ഇനി ഇമ്മാനോട് അറിയണത്? ഉമ്മാനെ കൊണ്ടുപോവാ. ഇമ്മാനായിട്ട് പോവാണെന്നുണ്ടെങ്കിലേ ഞാൻ ഇല്ല, നിങ്ങളും നിങ്ങളെ അമ്മയും കൂടി പോയാ മതി. ഇതെന്താ ഈ പറയണ? എന്റെ അമ്മയല്ല അത്. സംഭവം ശരിയൊക്കെ തന്നെയാണ്, നിങ്ങളെ അമ്മ ഒക്കെ തന്നെയാണ്. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആൾക്കാരുടെ ഇടയിൽ വസളാവാനേ ഇന്നെ കിട്ടൂല. നിങ്ങളമ്മക്കെ ഒരു വൃത്തിയും വെടുപ്പും ഒന്നും ഉണ്ടാവില്ല. തിന്നണേന് എല്ലേലും കജ്ജിട്ട് വാരിങ്ങാണ്ടേ കാരാനും കൂടി കാണാത്ത പോലെ. ഇനിയിപ്പൊ ഞാൻ എന്താ അമ്മാനോട് പറയാ? ഇമ്മ ഏതായാലും വന്നതല്ലേ. നിങ്ങൾ എന്ത് കാട്ടിയാലും വേണ്ടിയില്ല, നിങ്ങളമ്മാന്റെ പിന്നാലെ ഞാൻ ഇല്ല. നിങ്ങൾ എന്തെങ്കിലും നോണ അറിഞ്ഞാൽ നിങ്ങളമ്മാനോട് ഇങ്ങനെ പോവാണെന്നോ എവിടേക്കെങ്കിലും പോവാണെന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാണെന്ന് തന്നെ പറഞ്ഞാൽ നിങ്ങള് ഇജ്ജ് പറഞ്ഞാളാ. ഞാൻ പറഞ്ഞോളാം. നിങ്ങളൊന്നും മുണ്ടാതിരുന്നാ മാത്രം മതി. ആകെ ഒരു ദിവസം നിങ്ങളെ ലീവ് ആവുള്ളൂ. അപ്പൊ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചാ അതിനും പറ്റൂല. ഓരോന്നിനും ഇങ്ങനെ കെട്ടിയെടുക്കും. കഴിഞ്ഞ ഞായറാഴ്ച എന്റെ അമ്മ വന്നല്ലോ, അപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അന്ന് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് ഇന്ന് തീരെ വയ്യ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്റെ പെരക്കാര് വന്നതുകൊണ്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞോളാം. ഉമ്മ ഇവിടെ നിക്കണ്ടാ? ഞങ്ങളെ വൈകുന്നേരം ആവുമ്പോ ഹോസ്പിറ്റലിൽ പോകും. നിങ്ങൾ ഇന്ന് പോണുണ്ടോ അത് ഇവിടെ നിക്ക? എന്താച്ചാലേ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോവാ. അപ്പൊ ഉമ്മ ഒറ്റക്ക് ഇവിടെ ഇരിക്കേണ്ടി വരുമല്ലോ. എപ്പോഴാ വരാന്നൊന്നും അറിയില്ല. ഇനി നിങ്ങക്ക് നിക്കണമെങ്കിൽ നിന്നോളൂ, പക്ഷെ ഞങ്ങള് വരാൻ കുറച്ച് നേരം നിൽക്കുന്നുണ്ടാവും. ഞങ്ങള് വരുന്നത് നേരത്തെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യൂലായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തതാണേ. ഇനിയിപ്പോ മാറ്റാനും പറ്റൂലല്ലോ. ഇന്നെന്താ, നിങ്ങൾ പോയിക്കോളേ. ഹോസ്പിറ്റൽക്കാരും നിങ്ങൾ മുടക്കണ്ട. ഞാൻ എന്തായാലും പോവാണ്. ഇപ്പൊ ചെലപ്പോ നേരത്തെ വന്നാലോ. ഇനിയിപ്പൊ എന്തായാലും നിക്കണില്ല. നമ്മ വേഗം പോവാൻ നോക്കിക്കോളി. ഇനിയിപ്പൊ എന്തായാലും നേരം വെക്കണ്ട. ഞാൻ പറഞ്ഞില്ല ഇക്ക നിങ്ങളോട്, ഉമ്മാക്ക് ഒരു കുഴപ്പവും ഉണ്ടാവൂല. ഉമ്മാക്ക് നമ്മളെന്താ ചെയ്യണെന്ന് വെച്ചാൽ അതന്നെ ഇഷ്ടം. നിങ്ങൾക്കാണ് പേടി. ഇക്കാക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇമ്മ എന്താണാവോ വിചാരിക്കുക, ഇനി ഹോസ്പിറ്റലിൽ പോവാണെന്ന് പറഞ്ഞ ഉമ്മാക്ക് എന്താണാവോ തോന്നാന്ന്. ഇപ്പൊ സമാധാനായില്ലേ നിങ്ങക്ക്? സമാധാനായത്. ഇമ്മാക്ക് എന്ത് കുഴപ്പാ? ഇങ്ങക്ക് ഓരോ ആവശ്യത്തിന് ഓരോരുത്തർക്ക് പോകേണ്ടി വരൂലേ. ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ പോവാതിരിക്കാനൊന്നും പറ്റൂലല്ലോ. നിങ്ങള് പോയിക്കോളി, എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ലടാ. ഇജ്ജ് എന്തിനാ അതിന് ടെൻഷൻ അടിക്കണ്? ഉമ്മാക്കൊരു പ്രശ്നവും ഇല്ല. ഇന്നാലേ ഉമ്മ പോവാൻ നോക്കട്ടെട്ടാ. ഞാന് കൊണ്ടാക്കി തരാ, ഒറ്റക്ക് പോണ്ട. വേണ്ടടാ, ഉമ്മ പോയിക്കോളാം. ഉമ്മ ഇപ്പൊ ഇങ്ങോട്ടും നടന്നിട്ടല്ലേ വന്നത്. അങ്ങോട്ടും നടന്നു വെച്ചിട്ടേ ഉമ്മാക്കൊന്നും വരൂല. ഉമ്മ കുട്ടികള് വേഗം പോവാൻ നോക്കി. ഞാൻ കാരണം നേരം വെക്കണ്ട. പിന്നെ ഉമ്മ വന്നത് ഉമ്മാന്റെ കുട്ടികളെ കാണാനുള്ള പൂതി കൊണ്ട് വന്നതാ. കൊറേ ആയാലും എന്റെ കുട്ടികളെ കണ്ടിട്ട്. ഓളിന്റെ മരോളും എന്റെ മകനും അങ്ങനത്തെ തരംതിരിവൊന്നും എനിക്കില്ല. രണ്ടും എന്റെ മക്കളല്ലേ. അതുകൊണ്ട് ഉമ്മ വേഗം
നടന്നിട്ട് എന്റെ കുട്ടികളെ കാണാൻ വേണ്ടിട്ട് വന്നത്. പക്ഷെ ഇങ്ങക്ക് ഇത്രക്ക് ഭാരാണെന്നുള്ളതേ ഉമ്മ അറിഞ്ഞില്ലടാ. സാരല്ല, ഇപ്പൊ എത്ര കാലം ഉണ്ടാവുക? അനക്ക് ഓളന്നെ ഉണ്ടാവുള്ളൂ. ഓളെ കൂടെ അല്ലേ ജീവിക്കാനുള്ളത്. ഇമ്മക്ക് ഇനി അധികമൊന്നും ഇല്ലല്ലോ. ഞാൻ എന്തായാലേ പോവാൻ നോക്കട്ടെ. മോളെ, ഉമ്മാടെ കുട്ടി ഒരു കാര്യം ആലോചിച്ചാ നന്ന്. ഇജ് ഒരു ഉമ്മാന്റെ വയറ്റിൽ പറഞ്ഞതാണ് എന്നുള്ളത്. പ്രായമായി കഴിഞ്ഞാലേ തള്ളാർക്ക് ഈ വെറുപ്പ് വൃത്തിയില്ല എന്നുള്ളത് നിങ്ങൾക്കൊക്കെ തോന്നും. ഞങ്ങളെ പ്രായത്തിന്റെ പ്രശ്നമാണ്. അല്ലാതെ ഉമ്മാക്ക് വൃത്തിയും വെറുപ്പൊന്നും ഇല്ല കേട്ടാ. പിന്നെ ഒരു കഴിക്കാത്തൊക്കെ ഒരു ഭക്ഷണമൊക്കെ കാണുമ്പോ നമുക്കൊരു ആഗ്രഹമല്ലേ. നമ്മളെ കുട്ടികൾ വാങ്ങി തരുമ്പോ നമ്മളെന്തായാലും സന്തോഷത്തോടെ വാങ്ങി തിന്നു. അത് ആക്രാന്താണ്, ആർത്തിയാണെന്നൊന്നും പറയരുതിട്ടാ. എന്തായാലും ഇനി നമ്മുടെ കുട്ടികൾ ശല്യം ചെയ്യാൻ അങ്ങോട്ട് വരൂല. എന്റെ കുട്ടികളെ ഇടയ്ക്കിന്റെ ഒന്ന് കാണാൻ അങ്ങോട്ട് വന്നാ മതി. പിന്നെ ഉമ്മാക്ക് വെജാതായാല് നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. എന്റെ കുട്ടിയല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇപ്പൊ എന്നോട് പറഞ്ഞതാണ് ഇപ്പൊ പോവണ്ടാന്ന്. പക്ഷെ എന്റെ കുട്ടീനെ ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ട്. അതുകൊണ്ടാണ് 2-3 കിലോമീറ്ററോളം ഉമ്മ നടന്നിട്ട് പോന്നത്. എന്തായാലും ഉമ്മ പോട്ടെ. ഇനിയിപ്പോ ഇരുട്ടാണേലും മുന്നേ അങ്ങോട്ട് തന്നെ എത്തണ്ടേ. നിങ്ങൾ പോവാൻ നോക്കിക്കോളി. ഹോസ്പിറ്റലിക്കോ ഹോട്ടലിക്കോ എവിടക്കാച്ച പോയിക്കോളി. നിങ്ങള് വന്നിട്ട് നിങ്ങൾക്ക് ഇനിയൊരു ബുദ്ധിമുട്ട് വേണ്ട. പോട്ടെട്ടോ. എടി ഇജ് കാരണം എന്റെ അമ്മ പോയത്. നിങ്ങളും കൂടി അല്ലേ നിങ്ങൾ അമ്മാനെ പറഞ്ഞയച്ചു തന്നിട്ട് പിന്നെ മാത്രം പറയണ നിങ്ങള്? ഞാനും കൂടിയാണ് പറഞ്ഞയച്ചത്. അന്റെ ഈ പൊണ്ടാറ മുഖം വീർത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. ഇനി എന്റെ പെരക്കാർ ഇനി ഈ പടി ഇങ്ങോട്ട് കയറാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഇത് ഞാൻ ചെലവാടുത്തണ പേരെ. അന്റെ അടുത്തൊരു ഇങ്ങോട്ട് കയറരുത്. ഇനി പുറത്തേക്കും ഇല്ല, ഒരു ഒലക്കേക്കും ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ വെച്ചുണ്ടാക്കി തിന്നോ. പാടില്ല. ഇപ്പൊ എന്റെ പെരക്കാർക്ക് ഇപ്പൊ ഇങ്ങോട്ട് കയറാൻ പറ്റാത്തതാണ്.